بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റജബിന്റെ പുണ്യ മുഹൂർത്തങ്ങളിലൂടെയാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജാഹിലിയ കാലഘട്ടത്തുള്ള ആളുകൾ പോലും ബഹുമാനിച്ചു പോന്നിരുന്ന മാസമാണല്ലോ പരിശുദ്ധമായ റജബ്. ഈ പരിശുദ്ധമായ റജബ് മാസം നമ്മിൽ സമാഗതമാകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റജബ് മാസം സമാഗതമായപ്പോൾ തന്റെ മെമ്പറിൽ കയറിയിട്ട് തന്റെ മുമ്പിൽ ഇരിക്കുന്ന അനുചര വൃന്ദങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അലാ ഇന്ന ഹാദാ ശഹറുല്ലാഹ്, അറിയണം, ഇത് അള്ളാഹുവിന്റെ മാസമായ പരിശുദ്ധമായ റജബാണ്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വർത്തമാനമുണ്ട്, ഫമൻ കാന അലൈഹി ദൈനുൻ ഫൽയുഅദ്ദി ദൈനഹു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കടം ഉണ്ടെങ്കിൽ ഈ മാസം തന്നെ അത് വീട്ടിക്കളയണം. കാരണം പരിശുദ്ധമാക്കപ്പെട്ട മാസം, ഈ റജബ് മാസം കഴിഞ്ഞൊരു പവിത്രമാക്കപ്പെട്ട ഒരു റമളാൻ വരാനുണ്ട്. അതിന്റെ മുന്നോടിയായി നമ്മൾ ഹൃദയത്തെ, ശരീരത്തെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് പാപങ്ങളിൽ നിന്നെല്ലാം അകന്ന് നല്ല സ്വാഫായ കൽബായി പരിശുദ്ധ റമളാനിലോട്ട് കയറാനുള്ള ഒരു വഴിയാണ് ഈ റജബെങ്കിൽ. ശാരീരികമായ ശുദ്ധി മാത്രമല്ല, മാനസികമായ ശുദ്ധി മാത്രമല്ല, സാമ്പത്തികമായിട്ടും ശുദ്ധി നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ കടം എന്നുള്ള വിഷയത്തെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണുന്നുണ്ട്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുമ്പിൽ വന്ന സ്വഹാബിയായ മയ്യത്തിന്റെ മുന്നിൽ ഇത് കടക്കാരനാണെന്ന് അറിഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാതെ മാറുന്ന ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരാളിൽ നമ്മൾ കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വേണം വാങ്ങാൻ. അല്ലാതെ അവനെ പറ്റിക്കാനോ കബളിപ്പിക്കാനോ അത് വൈകിപ്പിക്കാനോ അവനെ ബുദ്ധിമുട്ടിക്കാനോ അവനെ കണ്ടാൽ ഒന്ന് പരിചയം പോലും ഇല്ലാത്ത വിധം മാറി നടക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായി കണ്ടുവരലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആ കടം ഒരിക്കലും കൊടുത്തുവിടാൻ കഴിയില്ല. മനസ്സിലൊരല്പം ആഗ്രഹം പോലും ഇല്ലാതെ കടം മേടിച്ചിങ്ങനെ സുഖിച്ച് രസിച്ച് കഴിയുന്നവർ ശ്രദ്ധിക്കണം, അത് അപകടമാണ്. നോക്കിയേ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹ അദ്ദല്ലാഹു അൻഹു, ഒരാൾ മറ്റൊരാളിൽ നിന്ന് കടമായിട്ട് പൈസയോ മറ്റു വസ്തുക്കളോ വാങ്ങിയിട്ട് അത് കൊടുക്കാനെന്നുള്ള നല്ല ഉദ്ദേശത്തിൽ തന്നെ, ഇന്ന ഡേറ്റിൽ തന്നെ എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിയ പൈസ കൊടുത്തിരിക്കണം എന്ന ഒരു അചഞ്ചലമായ തീരുമാനം അവന്റെ കൽബിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അള്ളാഹു ആ കടം വീട്ടുന്നതാണെന്ന് പറഞ്ഞാൽ കടം വീട്ടാനുള്ള സർവ്വ വഴികളും അള്ളാഹു തുറന്നു കൊടുക്കും. എന്തുകൊണ്ടാണ് നമുക്ക് കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അത് കുഴപ്പമില്ല, കുറച്ച് കഴിയട്ടെ എന്ന് ചിന്തിച്ച് വൈകിപ്പിച്ച് അവസാനം കൊടുക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോകുന്ന എത്ര പേരുണ്ട്. ആവശ്യമില്ലാത്ത നിസാര കാര്യങ്ങൾക്ക് വരെ കടം വാങ്ങുന്നവർ, ലോൺ എടുക്കുന്നവർ, ആവശ്യമില്ലാതെ ജീവിതത്തിന്റെ എല്ലാ ആർഭാടങ്ങൾക്കും വേണ്ടിയിട്ട് പണം കടമെടുക്കുന്നവർ, അങ്ങനെ തിന്നു കൊഴുക്കുന്നവർ, അവസാനം കടക്കാരനായിട്ട് മരിച്ചു പോകുന്ന ദുർഗതി വരുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കേൾക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്, വമൻ അഖദഹാ യുരീദു ഇത്ലാഫഹാ, ഒരാള് കടമൊന്നും മേടിച്ചാ കൊടുക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോളും എന്നുള്ള ധാരണയിൽ വളരെ അലംഭാവത്തോടെ, വളരെ മടിയനായി, വളരെയേറെ കാർക്കശ്യ സ്വഭാവമുള്ള രീതിയിൽ കടം മേടിച്ചിട്ട് ഒരാളത് കൊടുക്കാൻ ഒരു നീയത്തില്ലാത്ത അവസ്ഥയിൽ അവൻ മുന്നോട്ട് പോയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അത്ലഫഹുല്ലാഹ്, ഒരിക്കലും അവന് കടം വീട്ടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് അവൻ കുടുങ്ങി ലക്ഷങ്ങൾ കോടികളുടെ കടങ്ങളായി മാറി അവൻ അകത്തളത്തിൽ ചെന്ന് കടത്തിന്റെ കുഴിയിൽ ചെന്നവൻ പെടും. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബാണ്, പരിശുദ്ധമായ ശഅബാൻ വരാണ്, പരിശുദ്ധമായ റമളാൻ കടന്നു വരാണ്. നമുക്ക് എപ്പോഴും ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മരണം സംഭവിക്കാം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.